നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ്, എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് ആണ്. ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ആൻഡ് റൈറ്റ് ഇറ്റ്സ് PDF. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സും വൈയും ആണ് നമുക്കിവിടെ തന്ന രണ്ട് റാൻഡം വേരിയബിൾസ്. അവരെന്താന്നാ പറയുന്നത്? ദേ ആർ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ്. അതായത് എക്സ് ഫോളോസ് N01, y ഫോളോസ് N01 നമുക്കറിയാം. ദേ ആർ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ്. ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ സ്ക്വയറുകളാണ് വന്നിരിക്കുന്നത്, അതിന്റെ റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സ് N01 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയർ ഫോളോ ചെയ്യുന്ന എന്താണ്? സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഇസ് കൈ സ്ക്വയർ. അതുമാതിരി വൈ ഇസ് ഓൾസോ എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അപ്പോൾ വാട്ട് ഇസ് വൈ സ്ക്വയർ? വൈ സ്ക്വയർ ഫോളോസ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് ഏതാണ് റിസൾട്ട്? സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഇസ് കൈ സ്ക്വയർ. അത് നമ്മൾ ആദ്യം പഠിച്ച റിലേഷനാണ്. നോർമൽ വേരിയബിൾ ഇസ് കൈ സ്ക്വയർ. ഓക്കെ. അപ്പോൾ രണ്ട് കൈ സ്ക്വയർ വേരിയബിൾസ് ആണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അവരുടെയൊക്കെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ? രണ്ടും 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള കൈ സ്ക്വയറുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. വൈ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഇതൊരു കൈ സ്ക്വയർ വേരിയബിൾ ആണ്. അപ്പോൾ ഇവിടെ റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേഷ്യോ വരുന്നത് ഏത് റിലേഷനിലാണ് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് എഫിനെയാണ് അറിയണം അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് ഇവിടെ ഡിവൈഡഡ് ബൈ 1 എഴുതിയ കുഴപ്പമുണ്ടോ? അപ്പോൾ രണ്ടിനും എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ 1 എഴുതി. അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ ദിസ് ഫോളോസ് നമുക്കറിയാം റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ബൈ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ബൈ ദയർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. ആ റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഇസ് എ എഫ് റാൻഡം വേരിയബിൾ. എക്സ് സ്ക്വയർ ഫോളോസ് എൻ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. ഇനി അതിനുശേഷം അതിൻ്റെ PDF ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ PDF നമുക്കറിയാം. N1 N2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള ഇഫ് എഫ് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N1, N2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ അതിൻ്റെ PDF നമ്മൾ എങ്ങനെ എഴുതാറുണ്ടായിരുന്നത്? N1 റേസ് ടു N1/2 ഇൻറ്റു N2 റേസ് ടു N2/2 ഡിവൈഡഡ് ബൈ ബീറ്റ N1/2, N2/2 എഫ് റേസ് ടു N1/2 minus 1 divided by N1F plus N2 whole raised to N1 plus N2 divided by 2. F is greater than 0. ഇങ്ങനെയാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ PDF നമ്മൾ എഴുതാറുണ്ടായിരുന്നത്. എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം വരുമ്പം? N1, N2 ഡിഗ്രി ഓഫ് ഫ്രീഡം വരും. അപ്പം നമുക്കിവിടെ കിട്ടിയ എഫ് ദറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ അതൊരു എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 1, 1 ആണ് അവരുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ. അപ്പോൾ അതിൻ്റെ PDF നമുക്ക് എഴുതാം. N1ൻ്റെ സ്ഥാനത്ത് 1 ആണ്, N2ൻ്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്തെഴുതാം? എഫ് ഓഫ് എഫ് എന്താണെന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1 റേസ് ടു 1/2. ദറ്റ് ഈസ് 1 ആണ് അല്ലേ. 1 റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ബീറ്റ N1ഉം N2ഉം 1 ആണെന്ന് ഓർക്കണേ. അപ്പോൾ 1/2, 1/2 N1/2, N2/2 എന്നുണ്ട് 1/2, 1/2 എഫ് റേസ് ടു N1/2 ആണ് ഇവിടെ. എഫ് റേസ് ടു N1/2 മൈനസ് 1 അതായത് എഫ് റേസ് ടു 1/2 മൈനസ് 1 ഡിവൈഡഡ് ബൈ N1F. N1 1 ആണ്. അപ്പോൾ N1F എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് N2 ഈസ് അഗെയിൻ 1. N1 plus N2/2 1 plus 1/2 എഫ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെയാണ് വരുന്നത്.
അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ ഇത് 1 1 ബൈ ബീറ്റ ഹാഫ് കോമ 1 ബൈ 2 എന്ന് വന്നു. എഫ് റേസ് ടു ഹാഫ് മൈനസ് 1 ഇസ് മൈനസ് ഹാഫ് അല്ലേ? ഇത് നമുക്ക് 1 പ്ലസ് എഫ് എഫ് പ്ലസ് 1 1 പ്ലസ് എഫ് എന്ന് എഴുതാം. 1 പ്ലസ് എഫ് ഹോൾ റേസ് ടു 2 ബൈ 2. 1 പ്ലസ് 1 ബൈ 2 2 ബൈ 2 എഫ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. ഓർ എഫ് ഓഫ് എഫ് ക്യാൻ ബി റിട്ടേൺ ആസ് 1 ബൈ, ഇനിയിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതായിരുന്നു 1 ബൈ ഒന്നും കൂടി ഇവിടേക്ക് എടുത്ത് എഴുതാം. 1 ബൈ ബീറ്റ ഹാഫ് കോമ ഹാഫ് എഫ് റേസ് ടു മൈനസ് ഹാഫ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എഫ് ആണ്. ഹോൾ റേസ് ടു 2 ബൈ 2 എന്നാണ് വരുന്നത്. അപ്പോൾ 1 ബൈ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു സിംപ്ലിഫിക്കേഷൻ കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ബീറ്റ ഫംഗ്ഷൻ വന്നിട്ടുണ്ടല്ലോ, അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ബീറ്റയെ നമ്മൾ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാറ്? ബീറ്റ എം കോമ എൻ ക്യാൻ ബി റിട്ടേൺ ആസ് ഗാമ എം ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ. ഇതാണ് ബീറ്റേനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനുള്ള വഴി. ഗാമയാക്കി മാറ്റുക, ഗാമയാക്കിയിട്ട് പിന്നെ സിംപ്ലിഫൈ ചെയ്യും. അപ്പം ഹിയർ ബീറ്റ 1 ബൈ 2 കോമ 1 ബൈ 2 അല്ലേ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഹാഫ് കോമ ഇൻറ്റു ഗാമ ഹാഫ് ഡിവൈഡഡ് ബൈ ഗാമ ഹാഫ് പ്ലസ് ഹാഫ്. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗാമ ഹാഫ് കാണുന്നുണ്ട്. ഗാമ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗാമ ഹാഫ് ഇസ് റൂട്ട് പൈ. അപ്പോൾ റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ ഡിവൈഡഡ് ബൈ ഗാമ ഹാഫ് പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഗാമ 1. ഗാമ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമ പി എന്ന് പറഞ്ഞാൽ പി മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഗാമ 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ഫാക്ടോറിയൽ 0 ഫാക്ടോറിയൽ ആണ് ഇവിടെ വരാൻ പോകുന്നത് അല്ലേ? ഇത് 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഗാമ ഹാഫ് കോമ ഹാഫ് എന്നുള്ളതിന് റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ ഡിവൈഡഡ് ബൈ 1, അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പൈ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ബീറ്റ ഹാഫ് കോമ ഹാഫിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് പൈ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദെർഫോർ പി ഡി എഫ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ ബീറ്റ ഹാഫ് കോമ ഹാഫിൻ്റെ അവിടെ പൈ, ഇവിടെ മുകളിൽ എഫ് റേസ് ടു മൈനസ് 1 ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എഫ്. എഫ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതാണ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, 1. അതാണ് നമ്മളെ ആൻസർ.